يكون للخير العميم مثال. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഇന്തോനേഷ്യൻ തെരുവുകളിൽ നടക്കുന്ന അത്ഭുതകരമായ കാഴ്ചകൾ. ഇസ്ലാമിക സംസ്കാരങ്ങൾ മുറുകെ പിടിക്കുന്ന ഇന്തോനേഷ്യൻ തെരുവുകളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഖുർആനിന്റെ ഹൽക്കകളാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾ വാഹനം വരുന്നതിന് മുമ്പുള്ള സമയങ്ങൾ, അതിന്റെ ഇടവേളയിൽ അവിടെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ പകർത്തപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മുടെ നാടുകളിൽ സ്കൂൾ വിട്ടാൽ ആണും പെണ്ണും കൂടിക്കലരുന്ന അവസ്ഥകളാണ്. അന്യ പുരുഷന്മാരുമായി തൊട്ടുരുമി നിൽക്കുന്ന പെൺകുട്ടികൾ സ്ഥിരം കാഴ്ചകളാണ്. രണ്ടുപേർ തമ്മിൽ സ്വയം ഇഷ്ടപ്രകാരം എന്തു ചെയ്താലും കുഴപ്പമില്ലാത്ത നിയമമുള്ള ഈ കാലത്ത് എന്തു ചെയ്താലും അതിനെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത അവസ്ഥകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മോശമായ കാലഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അന്ത്യനാൾ അടുക്കുമ്പോൾ റോഡുകളിൽ കഴുതകൾ കാമകേളികൾ നടത്തുന്നത് പോലെ പരസ്യമായി കാമകേളികൾ നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ തുടക്കമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം ഇതാണ്: ലാ തഖൂമുസ്സാഅ ഹത്താ യതസാവദു ഫിത്ത്വരീഖി തസാഫുദൽ ഹമീർ ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാൾ സംഭവിക്കുകയില്ല. ജനങ്ങൾ പരസ്യമായി ഒരു മറയുമില്ലാതെ ലജ്ജയില്ലാതെ കഴുതകളെ പോലെ റോഡുകളിൽ സിന ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് സാദിഖുൽ മസ്തൂഖായ പ്രവാചകൻ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇന്തോനേഷ്യൻ തെരുവുകളിലേക്ക് നോക്കിൻ. വിദ്യാർത്ഥി സമൂഹം ഖുർആൻ ഓതുകയാണ്, റബ്ബിന്റെ സ്മരണ മുറുകെ പിടിക്കുകയാണ്. നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൊന്നുമക്കളെ ഹിദായത്തിലാക്കുമാറാകട്ടെ, പിശാചിന്റെ കെണിവലയിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.